ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എൻ്റെ തംബ്നെയിലിൽ കണ്ടതുപോലെ അമ്മായിയമ്മമാരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ഒരു അമ്മായിയമ്മയ്ക്കും എതിരായിട്ടുള്ളതല്ല. നല്ല രീതിയിൽ മരുമക്കളെ നോക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മായിയമ്മമാർ നമുക്കിടയിലുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടക്കം എൻ്റെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നത്, ഞാൻ മുംബൈയിലേക്ക് താമസം മാറിയൊക്കെ പോയതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ശല്യത്തിനും അവർ വന്നിട്ടില്ല. ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല. ആ രീതിയിലാണ് പോകുന്നത്. അത് ഓക്കെയാണ്. നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഫോൺ വിളിക്കും, സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എൻ്റെ അമ്മായിയമ്മയുടെ നമ്മൾ പോകാറുണ്ട്. മോൻ പോയി കാണാറുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷെ അവർ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ അമ്മയുടെ കാര്യം. അമ്മയൊക്കെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹിതയായതാണ്. അപ്പോൾ കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്നു. കുറച്ച് ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങളായി. അവിടെ ഒരു സഹോദരിയാണ് എൻ്റെ അച്ഛനുണ്ടായിരുന്നത്. അന്ന് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സഹോദരി അമ്മയും ചേർന്ന് കുത്തുവാക്കുകൾ പറയുക, ജോലി ചെയ്യാൻ അറിയില്ലെന്ന് കളിയാക്കുക, അങ്ങനെയുള്ള ഒരുപാട് പരിഹാസങ്ങൾക്കൊടുവിൽ എൻ്റെ അമ്മ തിരിച്ച് നമ്മുടെ വീട്ടിൽ നിന്നു അമ്മയുടെ വീട്ടിലേക്ക് തന്നെ വന്നു നിന്നു. അച്ഛൻ കുഴപ്പമില്ല, അമ്മയെ നന്നായിട്ട് നോക്കും എൻ്റെ അച്ഛൻ. അങ്ങനെ അച്ഛൻ ഗൾഫിൽ പോയി. ആദ്യം ബോംബെയിലായിരുന്നു അച്ഛന് ജോലിയായിരുന്നത്. ഷാ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലായിരുന്നു. അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയം അവിടെ നിന്ന് ആ കമ്പനിക്ക് ഗൾഫിൽ ജോലി കിട്ടിയപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛൻ അങ്ങോട്ട് പോയപ്പോൾ ഇവർ അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ജനിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പം അമ്മ സ്കൂളിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാത്തിനും അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ ഞങ്ങളെ ഓരോ സ്ഥലത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പിന്നെ ബാങ്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പോകണം. എല്ലാത്തിനും അമ്മയ്ക്ക് വന്നാലേ പറ്റുള്ളൂ. ഞങ്ങൾ സ്കൂളിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ 3 മക്കളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് അമ്മ പുറത്തൊക്കെ പോകും. ഉടനെ ഈ അമ്മയുടെ അമ്മായിയമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ അമ്മായിയമ്മയും സഹോദരിയും ചേർന്ന് അച്ഛന് ഗൾഫിലേക്ക് കത്തയക്കുകയാണ്. നിൻ്റെ വൈഫ് ശരിയല്ല, അവൾ ഡെയിലി ഇങ്ങനെ പോകുന്നുണ്ട്, നിന്നെ അവൾ സ്നേഹിക്കുന്നൊന്നുമില്ല, ഈ ബന്ധം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവളുടെ സ്വഭാവം ശരിയല്ല, അവളിങ്ങനെ ദിവസം എപ്പോൾ പോയാലും വീട്ടിൽ കാണില്ല, എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആവശ്യങ്ങൾക്ക് എൻ്റെ അമ്മ പോകാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞങ്ങൾക്ക് സുഖമില്ലാതെ വന്ന അമ്മയ്ക്ക് പോകണ്ടേ? അപ്പോൾ ഞങ്ങൾ സ്കൂൾ ആവശ്യത്തിന് അമ്മയ്ക്ക് വരണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ ഓരോ കള്ളക്കഥകൾ എഴുതിയ ലെറ്റർ അച്ഛന് കിട്ടി. അച്ഛൻ എന്ത് ചെയ്തു? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറഞ്ഞാണ് ഗൾഫിൽ ഇരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ വെപ്രാളപ്പെട്ട് എൻ്റെ അമ്മയൊന്നും അറിയിച്ചൊന്നുമില്ല. അച്ഛൻ പറയാതെ തന്നെ നാട്ടിൽ വന്നു. അപ്പോൾ അമ്മ ചോദിച്ച്, എന്താ ഇങ്ങനെ പറയാതെ വന്നത്? അന്നൊക്കെ വരുമ്പോൾ നേരെ അമ്മായിയമ്മയുടെ വീട്ടിൽ വന്ന് അവിടെ പെട്ടി പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് അവരെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ വരുന്നത്. അപ്പം ഇതൊക്കെ അമ്മ പറഞ്ഞ അറിവുകളാണ് കേട്ടോ. എനിക്ക് ചെറുതായിരിക്കുമ്പോൾ എനിക്കതറിയില്ല. പക്ഷേ അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവർക്ക് കിട്ടിയില്ലെന്നുള്ള പരാതിയായിരുന്നു. അങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ പിന്നെ അവസാനമായപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കത്ത് കിട്ടി. ആ കത്തെടുത്ത് കാണിച്ചപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. പിന്നെ അതിശയിക്കാനൊന്നുമില്ല, ഇവരിങ്ങനെയൊക്കെ പറയൂ, ഇതിലും കൂടുതൽ പറയാൻ സാധ്യതയുള്ളവരാണെന്നുള്ള കാര്യം അറിയായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് നോക്കിയപ്പം അമ്മ വീട്ടിലുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ, നന്നായിട്ട് ഭർത്താവ് നോക്കുന്ന ഒരു സ്ത്രീ മോശം സ്വഭാവത്തിൽ പോകും എന്ന് എങ്ങനെ പറയാൻ നാവ് പൊങ്ങുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. സ്വന്തം മക്കളെക്കുറിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്മായിയമ്മ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അമ്മായിയമ്മ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അമ്മായിയമ്മ മരിച്ചു. അച്ഛൻ്റെ പെങ്ങളും മരിച്ചു കഴിഞ്ഞു. മരിച്ചവരെക്കുറിച്ച് ഇനി ദോഷം പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിനെ ദ്രോഹിച്ചിട്ടാണ് പോയത്. അച്ഛന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, 20 സെൻറ്റ്, ഈ അമ്മായിയമ്മയുടെ സ്ഥലത്ത് തന്നെ. അതെങ്ങനെയെങ്കിലും അവർ തന്നെ എഴുതി വാങ്ങിച്ചു. ഒരു ദിവസം അവിടെ ചെന്ന് എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അച്ഛൻ വീട്ടിൽ. അത്രയേറെ പെങ്ങളെ അമ്മയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ ഫാദറിന്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ വാക്കിലൊന്നും വീഴാതെ അച്ഛൻ പിടിച്ച് നിന്നതുകൊണ്ട് നമുക്കൊരു കുടുംബം ഉണ്ടായി. നമ്മളെ നല്ല രീതിയിൽ വളർത്താനും
കുടുംബമായി കഴിയാനും അച്ഛനൊരു ഭാഗ്യം കിട്ടി. പിന്നീട് നമ്മൾ സ്വന്തമായി വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ താമസിക്കുമ്പോഴും ഈ മരണകാലം വരെ അവർ അമ്മയെക്കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ മോശമേ പറയും. അങ്ങനെയായിരുന്നു അമ്മയുടെയും പെങ്ങളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അമ്മായിയമ്മമാരെന്ന് പറയുമ്പോൾ നല്ല അമ്മായിയമ്മമാരുണ്ട്, മരുമക്കളെ സ്നേഹിക്കുകയും അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ അല്ലാത്തവരുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ചില അമ്മായിയമ്മമാർ, എനിക്കറിയാവുന്ന ചില അമ്മായിയമ്മമാർ മകനും മരുമകളും കൂടെ താമസിക്കുകയാണ് അവരുടെ കൂടെയെങ്കിൽ, ഇപ്പോൾ മരുമകൾക്കും മകനും കൂടെ എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അമ്മായിയമ്മയുടെ അടുത്ത് പെർമിഷൻ വാങ്ങണം. അപ്പോൾ മകൻ പറയും പോയി അമ്മയുടെ അടുത്തുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വരാൻ പറയുമ്പോൾ അവിടെ പോയി പറയാൻ ചെല്ലുമ്പോൾ കേൾക്കാത്ത ഭാവത്തിന് ഇരിക്കുക. ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ഈ മരുമകൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മായിയമ്മ ഒന്നും മിണ്ടുന്നില്ല, ശരി കേട്ടെന്നോ പോകണമെന്നോ പോണ്ടെന്നോ പറയുന്നില്ല. അപ്പോൾ അതൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്, മനസ്സിലായില്ലേ? പോയി കഴിഞ്ഞാൽ വഴക്കാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാല് പിടിക്കാൻ പറ്റും ഇവരെയൊക്കെ? ഇല്ലല്ലോ. അപ്പോൾ ഈ അമ്മായിയമ്മ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ എന്നോ ഒരു മകളായിരുന്നു, പിന്നെ ഭാര്യയായി, പിന്നെ അമ്മയായി, പിന്നെയാണ് അമ്മായിയമ്മയായത്. അപ്പോൾ ഈ വരുന്ന മരുമകളെന്ന് പറയുന്നത് ഒരു വീട്ടിലെ മകളാണ്. അപ്പം അവർ വീടും കൂടും എല്ലാം വിട്ട് നമ്മളടുത്തേക്ക് വരുമ്പോൾ നമ്മളവരെ ഒരു രീതിയിലും ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മായിയമ്മയെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1-2 അമ്മായിയമ്മമാർ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നവർ. വേറെ ചിലരുണ്ട് എന്ത് പറഞ്ഞതിനും വാ തുറന്ന് സംസാരിക്കുന്ന അമ്മായിയമ്മമാർ. പോര്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോര്. എത്രയെന്ന് പറഞ്ഞായിരിക്കും ഓരോ കുട്ടികൾ. ചില കുട്ടികൾ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പ്രായത്തിലൊന്നും ഇപ്പം ആരും കല്യാണം കഴിക്കുന്നില്ല. എന്നാലും അതിലും കുറച്ച് കുട്ടികൾ പാവമായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അവർക്ക് വായടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തോറ്റു പോകും ജീവിതത്തിൽ മൊത്തത്തിൽ. എന്നാൽ വായടിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മരുമകൾ എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇവർ പെർമിഷൻ കൊടുക്കുന്നത്. മകൻ്റെ അടുത്ത് ചോദിച്ചാൽ മകൻ പറയും അമ്മയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇന്ന് പോവാം, നാളെ പോവാം, മറ്റന്നാൾ പോവാം, അങ്ങനെ പറഞ്ഞ് നീളെ പോവും. അവസാനം എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാ ആഹാരം കഴിക്കാനും അത്യാർത്ഥിയാണ്. കാരണം എന്താണ്? ഈ അമ്മായിയമ്മ നല്ല ഫുഡൊന്നും ഈ മരുമകൾക്ക് കൊടുക്കില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും അവിടെ ഒരു ഫിഷോ ചിക്കനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റിൽ ആ വീട്ടിലുള്ളവർക്കെല്ലാം വിളമ്പി കഴിഞ്ഞിട്ടാണ്, അവിടെയുള്ള ആണുങ്ങൾക്കെല്ലാം വിളമ്പി കഴിഞ്ഞിട്ടാണ് പിന്നെ ലേഡീസിനുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനത്തെ രീതിയാണ്. അതിൽ അമ്മായിയമ്മയ്ക്ക് എന്തായാലും വെച്ചിരിക്കുമല്ലോ. പിന്നെ കിട്ടാതെ വരുന്നത് എപ്പോഴും ലാസ്റ്റിൽ ഈ മരുമകൾക്കായിരിക്കും. സ്വന്തം മകൾക്കാണെങ്കിൽ അവർ ആഹാരം കൊടുക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന ഈ മക്കളൊക്കെ മറ്റൊരു വീട്ടിലേക്ക് മരുമക്കളായി പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരവസ്ഥ വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നന്നായി നോക്കുന്ന അമ്മായിയമ്മമാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലാത്ത ശൂർപ്പണകയായിട്ടുള്ള അമ്മായിയമ്മമാർ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരിക്കലും അമ്മായിയമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു ബന്ധമാണല്ലേ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്ന് പറയുന്നത്. നമ്മുടെ അമ്മയെപ്പോലെ തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് നമ്മളോട് സഹകരണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അമ്മായിയമ്മമാർ മരുമക്കളെ ഒന്ന് നല്ല രീതിയിൽ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഇനിയും 3-4 വർഷത്തിനകമൊക്കെ അവനും ഒരു വിവാഹം കഴിച്ച് പോകും. അപ്പോൾ ഞാൻ പറയുന്നത് അവർ സെപ്പറേറ്റായി പൊക്കോട്ടെ. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. ചിലപ്പോൾ അവർക്ക് ഞാനുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടി എൻ്റെ മകളെപ്പോലെ തന്നെ ഞാൻ കൺസിഡർ ചെയ്യും. പിന്നെ എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ദേഷ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വഴക്ക് പറയാം. അത് നമ്മളെ മകളെപ്പോലെ ആ രീതിയിലാണ് വഴക്ക് പറയുന്നത്. ചിലപ്പോൾ അതുപോലും താങ്ങാൻ വരുന്ന മരുമകൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ വാടകയ്ക്കായാലും വേറൊരു വീടെടുത്ത് നിങ്ങൾ പോകും. അതല്ല നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിന്നോ, ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരില്ല എന്നുള്ളത്. കൂടുതലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയി താമസിക്കൂ. അമ്മയെ കാണാൻ ആഗ്രഹമുള്ളപ്പോൾ വന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടിയൊക്കെ അവരുടേതായ ഒരു ജീവിതമുണ്ട്. നമ്മളതിൻ്റെ ഇടയിൽ കയറിപ്പോയി അവരെ ജീവിതത്തിലൊരു പ്രശ്നക്കാരായി മാറുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ വേറൊരു സ്ഥലത്താണെങ്കിൽ ഈ മരുമക്കളെക്കുറിച്ച് വായെടുത്തു കഴിഞ്ഞാൽ ദോഷേ പറയുള്ളൂ. ഇല്ലാത്ത കഥകൾ മെനയാൻ അമ്മായിയമ്മമാർ മിടുക്കരാണ്.
അപ്പോൾ ഈ അമ്മായിയമ്മമാർ നോക്കാനുള്ള ഒരു കാര്യം, നമ്മൾ തകർക്കുന്നത് നമ്മളുടെ മകൻ്റെ ജീവിതവും കൂടിയാണല്ലേ. മരുമകളും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവൻ്റെ വിവാഹ ജീവിതമാണ് തകരുന്നതെന്നുള്ള ബോധ്യം നമ്മൾ അമ്മായിയമ്മമാർക്കുണ്ട്. പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിനും അവരുടെ ഭാഗം വിജയിക്കണമെന്നുള്ള ആ ഒരു വാശിയും ഒക്കെയാണ് അവരെ ഇങ്ങനെ ആക്കുന്നത്. ചിലപ്പോൾ ഈ അമ്മായിയമ്മമാർ ജീവിതം അതായത് ജീവിച്ച ജീവിതം ചിലപ്പം ഒരു ഭർത്താവ് നോക്കാത്ത ഒരു അമ്മയായിരിക്കാം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ട്രോമ കാണും. മകനും എനിക്കറിയാം, അങ്ങനെയുള്ളൊരു അമ്മായിയമ്മ എനിക്കറിയാം. മകനും മകളും നല്ല സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര എന്താ പറയുന്ന ഒരു വെപ്രാളം. സ്വന്തം മകൻ്റെ കാര്യത്തിൽ ഒരു മകൻ്റെ അടുത്ത് ദേഷ്യം തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർക്കാൻ പറ്റുന്ന ആരാ? മരുമകൾ. അവരെപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നു അല്ലെങ്കിൽ ഒന്ന് സന്തോഷമായിട്ട് പോകാൻ നോക്കുമ്പോൾ ഈ അമ്മായിയമ്മ ഒന്നുകിൽ കൂടെ പോകണമെന്ന് പറയും. അല്ലെങ്കിൽ മകനിപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമില്ല, പണ്ടത്തെ പോലെ ഒരു ഇതും ഇല്ല, മകന് മുഴുവൻ സമയവും മരുമകളോട് സംസാരിക്കാനേ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മായിയമ്മ എങ്ങനെയെങ്കിലും മരുമകളെ പുറത്ത് ആ കുറ്റം വെച്ച് സ്വന്തം മനസ്സിനൊരു സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ തീർത്തും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട പ്രവണതകളാണ്. എല്ലാവരുടെ മനസ്സിലും ഒരു അമ്മായിയമ്മ ഉണ്ടല്ലേ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒന്ന് അടക്കി വെക്കണം. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ ഒരു മകളെന്നുള്ള രീതിക്ക് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ നമുക്കൊരു സാധ്യതയുണ്ടെങ്കിൽ മാത്രം പറയുക. പിന്നെ അമ്മായിയമ്മമാരെ ദ്രോഹിക്കുന്ന മരുമക്കളും കുറവൊന്നുമല്ല, ധാരാളം ഉണ്ട്. അത് മറ്റൊരു ടോപ്പിക്കാണ്, നമുക്കത് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂർപ്പണകളായിട്ടുള്ള അമ്മായിയമ്മമാർ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത്, മകനെ ആൺമക്കളെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മകളെ മറ്റൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചു വിടുക എന്നുള്ളത്, അവിടെയും ഒരു മരുമകൻ നമുക്ക് വരുമല്ലോ. അപ്പോൾ അവരോടൊക്കെ നല്ല രീതിയിലൊന്ന് പെരുമാറി പോകാൻ കഴിയുമെങ്കിൽ, നമ്മളാൽ കഴിയുന്നത്രയും നമ്മൾ പ്രശ്നമുണ്ടാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മക്കളുടെ ജീവിതം സുന്ദരമാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയുള്ളത് അവരുടേതായ ജീവിത പ്രശ്നങ്ങളാണ്. നമ്മളായിട്ട് അതിൻ്റെ ഇടയിൽ കയറിപ്പോയി കുറേ ടെൻഷൻസും കുറേ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ധാരാളം അമ്മായിയമ്മമാരെ എനിക്കറിയാം. അത് മറ്റൊരു വ്ലോഗിൽ ഞാൻ അത്തരം അമ്മ ചെയ്ത പരിപാടികളെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാം. അതിൻ്റെ ദാരുണമായ കുറേ കഥകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് വ്യക്തിപരമായി അറിയുന്നത്. പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്നെ ശല്യം ചെയ്യാത്തത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്നെ ശല്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കുള്ളത്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ പലരും പല രീതിയിലുള്ളവരാണല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് മാറി. പക്ഷേ അന്നത്തെ കാര്യം പറയുകയാണ്. അന്നൊക്കെ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിടിച്ചിരിക്കും, ആരെന്ത് പറഞ്ഞാലും ഓക്കെ. കുറച്ച് വിഷമപ്പെട്ടിട്ട് പിന്നീട് നമ്മൾ മനോധൈര്യം വീണ്ടെടുക്കും. അപ്പോൾ ഈ അമ്മായിയമ്മമാരുടെ കാര്യം എൻ്റെ ഒപ്പീനിയനാണ് ഞാനിവിടെ പങ്കുവച്ചത് കേട്ടോ. അപ്പോൾ ഒരമ്മായിയമ്മയും അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഒരിക്കലും മാറരുത്. നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളവർക്ക് ഉപദ്രവമാകാതെയെങ്കിലും ഇരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വീഡിയോ ആർക്കൊക്കെ റിലേറ്റബിളായി തോന്നി അങ്ങനെയുള്ള വീട്ടമ്മമാരെല്ലാം കമൻ്റ് ഇടും എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.